മകരസംക്രമ നാളിൽ അയ്യപ്പസ്വാമിക്ക് ചാർത്താനുള്ള തിരുവാഭരണവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര സന്നിധാനത്തേക്ക് പന്തളം വലിയ കുയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഘോഷയാത്ര പുറപ്പെട്ടത്. വിവിധയിടങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് യാത്ര. വിവരങ്ങളുമായി പന്തളത്തിൽ നിന്നും മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, വലിയ സ്വീകരണങ്ങൾ വിവിധയിടങ്ങളിൽ ഏറ്റുവാങ്ങിയാണ് ഘോഷയാത്ര പ്രയാണം തുടരുന്നത്. ഇപ്പോൾ യാത്ര ഇവിടെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. മറ്റു വിവരങ്ങളും ശരണമന്ത്രധ്വനികൾ മാത്രം മുഴങ്ങുന്ന ശരണപാതകളിലൂടെ ഘോഷയാത്ര മുന്നോട്ട് നീങ്ങുകയാണ്. വിവിധയിടങ്ങളിലെ സ്വീകരണങ്ങൾ, ഭക്തജനങ്ങൾ, വിവിധ ക്ഷേത്രങ്ങൾ, ഭവനങ്ങളൊക്കെ ഒരുക്കുന്ന സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഘോഷയാത്ര മുന്നോട്ട് നീങ്ങുന്നു. ആറന്മുളയിലേക്കാണ് ഘോഷയാത്ര എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ആറന്മുള ക്ഷേത്രത്തിൽ അല്പസമയം തിരുവാഭരണ പേടകം തുറന്നു വെച്ച് ഭക്തജനങ്ങൾക്ക് തിരുവാഭരണം ദർശിക്കുന്നതിനുള്ള സാഹചര്യമുണ്ട്, അനുവാദമുണ്ട്. അവിടെ വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടാനുള്ള സാധ്യത ഉണ്ട്. വഴിത്താരകളിലെല്ലാം, ശരണപാതകളിലെല്ലാം വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഒപ്പം തന്നെ ഘോഷയാത്രയെ അനുഗമിച്ചുകൊണ്ട് തന്നെ കൂടുതൽ ഭക്തജനങ്ങൾ ഇത്തവണ ഉണ്ട്. കഴിഞ്ഞ മുൻ വർഷങ്ങളെക്കാളൊക്കെ അപേക്ഷിച്ച് കൂടുതൽ ഭക്തജനങ്ങളുടെ ബാഹുല്യം ഇത്തവണ ഈ ഘോഷയാത്രയെ അനുഗമിച്ചുകൊണ്ട് ഉണ്ട്. വഴിത്താരകളിലെല്ലാം ശബരിമല തീർത്ഥാടകർ, ഒപ്പം തന്നെ ആ ഘോഷയാത്രയെ അനുഗമിക്കാൻ വേണ്ടി ഓരോ കേന്ദ്രങ്ങളിലേക്കും ഘോഷയാത്രയെ അനുഗമിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന ഭക്തജനങ്ങൾ ഒരു കേന്ദ്രത്തിൽ നിന്നും അടുത്ത കേന്ദ്രത്തിലേക്ക് എത്തുമ്പോൾ ഈ ഭക്തരുടെ എണ്ണത്തിൽ വലിയ വർധനമുണ്ട്. വഴിത്താരകളെല്ലാം ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യം തന്നെയാണ്. ഇപ്പോൾ ആറന്മുളയിലേക്ക് ഘോഷയാത്ര എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന സമയക്രമം പരമാവധി പാലിച്ചുകൊണ്ട് തന്നെ ഘോഷയാത്ര മുന്നോട്ട് പോകുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ഈ ഭക്തജനങ്ങളുടെ മറ്റും ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി അയിരൂർ പുതിയകാവ് ദേവി ക്ഷേത്രത്തിലാണ് ഘോഷയാത്ര ഇന്ന് എത്തിച്ചേരുക. ഇന്ന് രാത്രി വിശ്രമം അവിടെയാണ്. അയിരൂർ പുതിയകാവ് ദേവി ക്ഷേത്രത്തിൽ ഇന്ന് രാത്രി തങ്ങുന്ന ഘോഷയാത്ര നാളെ പുലർച്ചെ 3 മണിയോടുകൂടി അയിരൂരിൽ നിന്നും പുറപ്പെടും. വിവിധയിടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി രാത്രിയോടുകൂടി, നാളെ രാത്രിയോടുകൂടി ലാഹ വനം വകുപ്പ് സത്രത്തിലേക്കാണ് ഘോഷയാത്ര എത്തുന്നത്. ലാഹയിലാണ് നാളെ ഘോഷയാത്ര തങ്ങുന്നത്. പിറ്റേ ദിവസം പുലർച്ചെ പുറപ്പെടുന്ന ഘോഷയാത്ര വൈകിട്ടോടുകൂടി ശരംകുത്തിയിലെത്തുന്നു. മകരസംക്രമ നാളിൽ നവംബർ 14-ാം തീയതി മകരസംക്രമ നാളിൽ ദീപാരാധനയ്ക്ക് മുൻപായിട്ട് ശരംകുത്തിയിലെത്തുന്ന ഘോഷയാത്ര ദേവസ്വം വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും മറ്റും ആചാരപരമായിട്ടുള്ള സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി സന്നിധാനത്തേക്ക് എത്തി മേൽശാന്തിയും തന്ത്രിയും ചേർന്ന് തിരുവാഭരണ പേടകം സ്വീകരിച്ച് അയ്യപ്പസ്വാമിക്ക് ചാർത്തി തിരുരൂപത്തിൽ ചാർത്തിക്കൊണ്ടുള്ള മഹാദീപാരാധന നടക്കുമ്പോൾ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. മകരജ്യോതി ദർശിക്കും. മകരജ്യോതി ദർശനത്തിനുള്ള ആ പുണ്യ നിമിഷമാണ് 14-ാം തീയതി വൈകിട്ട് മകരസംക്രമ നാളിൽ തിരുവാഭരണ വിഭൂഷിതനായിട്ടുള്ള അയ്യപ്പസ്വാമിയെ തിരുവാഭരണം ചാർത്തിയുള്ള ആ സമയത്ത് മകരജ്യോതി തെളിയുന്ന ആ നിമിഷം, അതിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്, ആ പുണ്യ നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഇപ്പോൾ ആറന്മുളയിലേക്കാണ്. ആറന്മുള ക്ഷേത്രത്തിന് തൊട്ട് അടുത്തുള്ള സ്ഥലത്തേക്കാണ് ഘോഷയാത്ര എത്തിയിരിക്കുന്നത്. ഇവിടെ വലിയ സ്വീകരണമാണ് എല്ലാ കേന്ദ്രങ്ങളിലും ഭക്തജനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. 3 പേടകങ്ങളിലായിട്ട് തിരുവാഭരണ പേടക വാഹക സംഘം 26 അംഗങ്ങൾ, 26 പേരടങ്ങുന്ന തിരുവാഭരണ പേടക സംഘമാണ് ഈ ഘോഷയാത്രയെ നയിക്കുന്നത്. പന്തളം രാജപ്രതിനിധി, കൊട്ടാരം പ്രതിനിധി ശ്രീ തൃക്കേട്ടൻ രാജരാജവർമ്മയുടെ നേതൃത്വത്തിൽ 26 അംഗ തിരുവാഭരണ പേടക വാഹകർ നയിക്കുന്ന ഘോഷയാത്ര ഇപ്പോൾ ആറന്മുള ക്ഷേത്രമുറ്റത്തേക്ക് എത്തുകയാണ്. അവിടെ ഘോഷയാത്രയ്ക്ക് സ്വീകരണം, വലിയ രീതിയിലുള്ള സ്വീകരണം. ഒപ്പം തന്നെ ഭക്തജനങ്ങൾക്ക് അവിടെ തിരുവാഭരണ പേടകം പുറത്തെടുത്ത് തിരുവാഭരണം ദർശിക്കുന്നതിനുള്ള അനുഭവം, കർപ്പൂരാഴിയും മറ്റ് ചടങ്ങുകളും പൂജകളും ഒക്കെയായിട്ട് വലിയ രീതിയിലുള്ള സ്വീകരണമാണ് എല്ലായിടത്തും ഘോഷയാത്രയ്ക്ക് ഒരുക്കിയിരിക്കുന്നത്. ഈ ആറന്മുള ക്ഷേത്ര പരിസരത്തേക്ക്, ക്ഷേത്രമുറ്റത്തേക്ക്, ക്ഷേത്ര തിരുമുറ്റത്തേക്കാണ് ഘോഷയാത്ര ഇപ്പോൾ ഈ സായം സന്ധ്യയിൽ, ഈ പുണ്യസന്ധ്യയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഭക്തജനത്തിരക്ക് ക്ഷേത്ര സന്നിധിയിൽ അനുഭവപ്പെടുന്നുണ്ട്. വലിയ ഭക്തജന ബാഹുല്യമാണ് ക്ഷേത്ര സന്നിധിയിൽ, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്ര സന്നിധിയിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നത്. വഴിത്താരകളിലും ഇരുവഴികളിലെല്ലാം അനുഭവപ്പെടുന്ന ഭക്തജന തിരക്ക് ഉണ്ടായിരുന്നു. കഴിഞ്ഞ പന്തളത്ത് നിന്നും പുറപ്പെട്ട് ഈ ആറന്മുള ക്ഷേത്രം വരെ എത്തുന്ന ഈ സമയം അത്രയും വലിയ ഭക്തജന തിരക്കോടുകൂടി, ഭക്തജന ബാഹുല്യങ്ങൾക്കിടയിലൂടെയാണ് ഘോഷയാത്ര മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ സായം സന്ധ്യയിൽ, ഈ പുണ്യസന്ധ്യയിൽ ഇപ്പോൾ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്ര തിരുമുറ്റത്തേക്കാണ് എത്തുന്നത്. 3 തിരുവാഭരണ പേടകങ്ങൾ. ആദ്യത്തെ തിരുവാഭരണ പേടകത്തിൽ പ്രധാനമായിട്ടുള്ള ഭഗവാന്റെ തിരുമുഖവും മറ്റു തിരുവാഭരണവും ഒക്കെയുള്ള ആദ്യത്തെ തിരുവാഭരണ പേടകം അത് ഗുരുസ്വാമി സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവാഭരണ ഘോഷയാത്ര പ്രയാണം തുടരുകയാണ്. ആറന്മുളയിലാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. മിഥുനിലേക്ക് എത്താം.